ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് എൻ്റെ ഒരു മന്തിയാണ് കേട്ടോ. എൻ്റെ റെസിപ്പിയിലുള്ളൊരു മന്തിയാണ്. അത് നിങ്ങൾക്കും ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ കഴിച്ചു, അടിപൊളിയാണ്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് ആദ്യം ഒരു പാൻ എടുത്ത് അതിലേക്ക് ഞാൻ അരി ഒരു മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അരി ഇട്ട് അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇനി ഇത് ഒരു മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം, അടച്ചു വെച്ച്. പിന്നെ നമുക്ക് ചിക്കൻ നല്ലവണ്ണം കഴുകി കേട്ടോ, കഴുകി ഊറ്റി വെക്കുക. അതിൽ വെള്ളം ഫുള്ള് വാറണം. അപ്പോൾ അതിലോട്ടുള്ള മസാല നമുക്ക് എടുക്കാം. ഇതിലിപ്പോൾ ഞാൻ ചേർത്തിട്ടുള്ളത് തക്കാളി, വലിയുള്ളി, 2 വെളുത്തുള്ളി, പിന്നെ നമുക്ക് മന്തി മസാല പാക്കറ്റ് കിട്ടുന്ന ആ മസാലകൾ ഫുള്ളിട്ട്, പിന്നെ ഒരു ടൊമാറ്റോ സോസ് തുള്ളി ഒഴിച്ചു, മന്തി മസാലയും തുള്ളി ഒഴിച്ച്, തുള്ളി സുറുക്ക 1 സ്പൂണോളം മതി കേട്ടോ, അത് ഒഴിച്ച്, പിന്നെ ഒരു മാഗി ക്യൂബ് 2 ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കണം നമുക്ക് കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ അരച്ച് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ള കുറച്ച് മസാല പൊടികളുമുണ്ട്, അത് നമുക്കൊന്ന് വറുത്തെടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കാശ്മീരി പൊടി, 1 സ്പൂൺ മുളക് പൊടി, പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി. ഇതൊക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇത് ഒരു പാൻ എടുത്ത് ആ ചിക്കൻ വറുത്തത് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനിലോട്ട് നമ്മൾ അരച്ച് വെച്ച ആ പേസ്റ്റ് ഉണ്ടല്ലോ, ആ പേസ്റ്റ് നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തൊട്ട് മുന്നേ വറുത്ത് വെച്ച ആ പൊടിയും അതിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനൊരു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ വേണമെങ്കിൽ ചേർക്കുക, ഓപ്ഷണലാണ്. ഞാൻ ജസ്റ്റ് കളറിന് വേണ്ടി തുള്ളി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു 5-10 മിനിറ്റോളം നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അരി 1 മണിക്കൂറോളമായി. ഇനി അരി നമുക്ക് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിക്കാം. ഇനി ആവശ്യത്തിനുള്ള പട്ട, ഗ്രാമ്പു, ഏലക്കായി ഇതിലോട്ട് ഇടാം കേട്ടോ. പിന്നെ നമ്മുടെ ഒരു ഉണക്കനാരങ്ങ അതിലോട്ടിടാം. പിന്നെ മന്തി മസാല കുറച്ചുണ്ടെങ്കിൽ അത് ഇതിലോട്ട് ചേർക്കാം. പിന്നെ കുറച്ച് ഓയിൽ, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ സുർക്ക ഒഴിക്കാം കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളകും ഞാൻ അതിലോട്ടിട്ടു. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ. പിന്നെ അതിലോട്ട് 2 നാരങ്ങ വട്ടത്തിൽ അരിഞ്ഞത് ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മുടെ അരി ഇട്ടെടുക്കാം. ഇട്ടെടുത്തതിന് ശേഷം അത് നന്നായിട്ട് വലിയ ഇളക്കുക. ഒക്കെപ്പാട് കുഴച്ച് മറിച്ച് ഇളക്കരുത്, അരി പൊട്ടും. അപ്പോൾ ആവശ്യത്തിന് പതുക്കെ ഇളക്കുക. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പം നമുക്ക് ഫ്രൈ ചെയ്യാം. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്യാം കേട്ടോ. അതിനായിട്ട് ഗ്യാസ് കത്തിച്ച് പാൻ വെച്ച്, പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം ആവശ്യത്തിനുള്ള ഓയിൽ നമുക്ക് ഒഴിക്കാം. നമ്മുടെ ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിലോട്ട് ഇങ്ങനെ വലിയ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഫുള്ളായിട്ട് ചിക്കൻ ഇട്ടു. ഇനി നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കോരി ഒരു പാനിലോട്ടിടാം. അപ്പം നമ്മുടെ ചിക്കനൊക്കെ കോരി എടുത്ത് വെച്ച് നമുക്ക് ഇതിലോട്ട് തന്നെ നമ്മുടെ ബാക്കി വന്ന മസാല ഇതിലോട്ടിട്ട് നന്നായിട്ട് ഇളക്കി. ഇനി ഇതൊന്ന് പച്ചമണം മാറുന്ന വരെ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി വറുത്ത് കോരി വെച്ച ചിക്കനെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫുള്ള് അതിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് അടച്ച് വെച്ച് അപ്പോത്തിന് ഒരു 5 മിനിറ്റ് മതി കേട്ടോ. അപ്പോത്തിന് നമ്മൾ ചോറ് നമ്മൾക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്ത് അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനും കൂടി ആയാൽ നമുക്കിത് ഒരു പ്ലേറ്റിലോട്ടിട്ട് ഇനി കാണാം. ഓക്കെ, അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കച്ചപ്പും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ ഉണ്ടാക്കി. അപ്പോൾ നമ്മുടെ മന്തി എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. നമ്മുടെ ചോറും നല്ല സ്മൂത്ത് ആയിട്ടുള്ള മസാലയും ചിക്കനും ഒക്കെ പാടെ അതിലോട്ട് കുഴച്ചിട്ട് ഒക്കെ ഒന്ന് കഴിച്ച് നോക്കി. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഗൈസ്. അടിപൊളി പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്. മസ്റ്റ് ട്രൈ ചെയ്യണം നിങ്ങൾ. വീണ്ടും വരുന്നതായിരിക്കും. പിന്നെ ഒരു ഫുഡ് വ്ളോഗർ മാത്രമായിട്ടുള്ളതല്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ കാണാം. ബൈ.